ഹലോ. നമ്മൾ സ്റ്റാഫ് നൊട്ടേഷനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നോട്ടുകളും അവയുടെ വാല്യൂവിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടുള്ള ഒരു 4 നോട്ടുകളാണ് നമ്മളിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് കൂടുതൽ എക്സർസൈസുകൾ നിങ്ങൾ എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഒന്നാമത്തെ ഒരു നോട്ട് നമ്മൾ പഠിക്കുന്ന സെമി ബ്രേവാണ്. കാണാമല്ലോ, ഇങ്ങനെ ഒരു വട്ട പൂജ്യമാണ്. സെമി ബ്രേവ് എന്നാണ് ഇതിൻ്റെ പേര്, സെമി ബ്രേവ്. ഇതിന് 4 കൗണ്ട് ലെങ്താണ്, 4 കൗണ്ട് ലെങ്ത്. അതായത് 1, 2, 3, 4 എന്ന് എണ്ണുന്ന അത്രയും സമയം ആ നോട്ടിനുണ്ടായിരിക്കും. അതായത് 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4. അങ്ങനെ അത്രയും നീളമുള്ള നോട്ടുകളാണ്. അതാണ് സെമി ബ്രേവ്. 4/4 നമ്മൾ എഴുതുന്നതെങ്കിൽ, 4/4 എന്ന് പറയുന്ന താളത്തിൽ ടൈം സിഗ്നേച്ചറിലാണ് എഴുതുന്നതെങ്കിൽ ഒരു ബാറിൽ ഇതേപോലെയുള്ള ഒരു നോട്ട് മാത്രമേ വരികയുള്ളൂ. അതായത് ഒരു ബാർ എന്ന് പറയുന്നത് 4 കൗണ്ടാണ് അതിനകത്തുള്ളത്, 4 കൗണ്ട്. ഈ സെമി ബ്രേവ് എന്ന് പറയുന്ന നോട്ടിന് 4 കൗണ്ട് ലെങ്ത് ഉള്ളത് കൊണ്ട് സെമി ബ്രേവ് എന്ന് പറയുന്ന ഒരു നോട്ട് മാത്രമേ ഒരു ബാറിൽ വരികയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് 3rd ലൈനിലാണ്. 3rd ലൈനിൽ വരുന്ന നോട്ട് ബി ആണ്. അതിനിവിടെ പ്രസക്തിയില്ല. ഇത് എവിടെ വന്നാലും ഈ കൗണ്ട് ലെങ്ത് ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. സെമി ബ്രേവ് എന്ന് പറയുന്ന നോട്ട് 4/4 എന്ന ടൈം സിഗ്നേച്ചറിൽ ഒരു ബാറിൽ ഒരെണ്ണമേ വരികയുള്ളൂ. മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത നോട്ട്, അതായത് സെമി ബ്രേവ് വരച്ചതിന് ശേഷം നമ്മളൊരു ടെയിൽ വരയ്ക്കും. ഇതിനെ ടെയിൽ എന്നാണ് പറയുന്നത്. ഇവിടെ കാണാമല്ലോ. ഇവിടെ ഈ നോട്ടിനെ 2 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. അതായത് ഇതിനെ ഹെഡ് പോർഷൻ എന്നും ഇതിനെ ടെയിൽ പോർഷൻ എന്നും വിളിക്കാം. ഈ ഹെഡ് എവിടെ ഇരിക്കുന്നു എന്ന് നോക്കിയാണ് നോട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇവിടെ ബിയിലാണ് ഇതിരിക്കുന്നത്, 3rd ലൈനിൽ. ഇത് ഏത് ലൈനിലും ഏത് സ്പേസിലും ആകാം. അവിടെയൊന്നും ഈ ടൈമിന് വ്യത്യാസം വരുന്നില്ല, നോട്ടിനാണ് വ്യത്യാസം വരുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ ആ ടൈം ആണ് നമ്മളിവിടെ പറയുന്നത്. ഈ നോട്ടിനെ മിനിം എന്നാണ് വിളിക്കുക, മിനിം. ഇതിന് 2 കൗണ്ടാണ്, 2 കൗണ്ടാണ് ഈ നോട്ടിനുള്ളത്. ഇപ്പോൾ 2 കൗണ്ട് ഉള്ളത് കൊണ്ടും 4/4 എന്ന് പറയുന്ന ടൈം സിഗ്നേച്ചറിൽ 4 കൗണ്ടാണ് ഒരു ബാറിലുള്ളത്. അതുകൊണ്ട് 2 മിനിം നോട്ടുകൾ ഒരു ബാറിൽ വരും. ഇപ്പോൾ 2 കൗണ്ടുള്ള ഒരു നോട്ടും 2 കൗണ്ടുള്ള നോട്ടും, 2 + 2 4 കൗണ്ട് ഇവിടെ ഫില്ലായി. അതാണ് മിനിംസ്. തുടർന്ന് വരുന്ന നോട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രോഗ്രസീവ് ആണ്. അതായത് സെമി ബ്രേവ് വന്നു, പിന്നെ അതിന് ടെയിൽ വരച്ചു, അപ്പോൾ അത് മിനിമായി. ഇനിയും ഈ പോർഷൻ കറുപ്പിച്ചാൽ ഇതിനെ ക്രോച്ചഡ് നോട്ട് എന്നാണ് വിളിക്കുക. ഇതിനെ ക്രോച്ചഡ് നോട്ട് എന്നാണ് വിളിക്കുക. അതായത് ഇവിടെ ഒന്ന് എഴുതാം. സെമി ബ്രേവ് ആയിരുന്നു, അതിന് ടെയിൽ വന്നു, അപ്പോൾ അത് മിനിമായി. ഈ ഭാഗം കറുപ്പിച്ചപ്പോൾ ഇത് ക്രോച്ചഡ് നോട്ടായി, CROTCHET, ക്രോച്ചഡ്. ഇത് 1 കൗണ്ട് നോട്ടാണ്, 1 കൗണ്ട്. അതായത് ഒരു കൗണ്ടേ ഉള്ളൂ ഈ നോട്ടിൻ്റെ വാല്യൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4/4 സിഗ്നേച്ചറുള്ള ടൈം സിഗ്നേച്ചറുള്ള സ്റ്റാഫിൽ ക്രോച്ചഡ് ഒരു ബാറിൽ എത്ര എണ്ണം വരാം? 4 എണ്ണം വരാം. അപ്പോൾ അങ്ങനെയുള്ള നോട്ടുകളാണെങ്കിൽ ഒരു ബാറിൽ 4 നോട്ടുകൾ വരും. ഈ നോട്ടുകൾ എങ്ങനെ വരുമെന്ന് നോക്കാം. സെമി ബ്രേവ് ആണെങ്കിൽ അതിൻ്റെ കൗണ്ട് എങ്ങനെയായിരിക്കും? 1, 2, 3, 4. ഇവിടെ വന്നപ്പോൾ എന്തായി? 1, 2, 3, 4. ഈ ബാറിൽ വന്നപ്പോൾ 1, 2, 3, 4. അതാണ് ആ നോട്ടിൻ്റെ ലെങ്ത്. മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അടുത്ത ഒരു നോട്ട് കൂടെ നമുക്ക് പഠിക്കാം. അതായത് ഈ ഓരോ നോട്ടും അതിന് തുടർച്ചയായിട്ടാണ് വരുന്നത്. സെമി ബ്രേവ് വന്നു, അത് ടെയിൽ വരച്ചപ്പോൾ അത് മിനിമായി, അത് കറുപ്പിച്ചപ്പോൾ അത് ക്രോച്ചട്ടായി. ഇനി ഇവിടെ ഒരു ഫ്ലാഗ് വരും. ഇതിനെ ക്വാവർ നോട്ട് എന്നാണ് വിളിക്കുക. ക്വാവർ, QUAVER, ക്വാവർ. ഇതിൻ്റെ കൗണ്ട് ഹാഫ് കൗണ്ടാണ്. എന്നാൽ ഹാഫായിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് 1 ആയിട്ടേ കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. 1 എന്ന് കൗണ്ട് ചെയ്യുമ്പോൾ 2 ബീറ്റുകൾ, 2 നോട്ടുകൾ വായിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് 2 ക്രോച്ചട്ടുകൾ എഴുതിയതിന് ശേഷം ഇവയെ ഇങ്ങനെ ഒരു ബെൽറ്റോട്ട് കണക്ട് ചെയ്യും. ഇതാണ് കോവർ നോട്ട് 1. ഇതൊരു കോവർ നോട്ടാണ്. 1 എന്ന് പറയുന്ന കൗണ്ടിൽ 2 നോട്ടുകളുണ്ട്. അതായത് ഹാഫ് കൗണ്ട് പ്ലസ് ഹാഫ് കൗണ്ട്. അങ്ങനെയാണ് ഒരു നോട്ട് നമുക്ക് കിട്ടുന്നത്. ഇത് എണ്ണുന്നത് 1 and എന്നാണ് എണ്ണുക.
1 and. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതേപോലെയുള്ള 8 നോട്ടുകൾ ഒരു ബാറിൽ വരേണ്ടിയിരിക്കുന്നു. അതായത് ഈ രണ്ടെണ്ണം ചേരുന്നതാണ് 1. അതേപോലെ ഒന്നുകൂടെ വന്നാൽ ഇത് രണ്ടാമത്തെ കൗണ്ടാണ് 2. ഒന്നുകൂടെ വന്നാൽ അത് 3. ഒന്നുകൂടെ വന്നാൽ അത് 4. ഇതാണ് ഒരു ബാർ. 1 2 3 4 കൗണ്ട്. ഇവിടെ സെമി ബ്രേവ് 4 കൗണ്ട്, ഇത് 2 മിനിമം ചേർന്ന് 4 കൗണ്ടായി, 4 ക്രോച്ചറ്റ് ആകുമ്പോൾ 4 കൗണ്ടായി. ഇവിടെയും 1 2 3 4 ഒരു കൗണ്ടിൽ 2 നോട്ട്. 1 2 3 4. ഇത് എണ്ണുന്നത് 1 and 2 and 3 and 4 and എന്നാണ് എണ്ണുന്നത്. ഒരു നോട്ട് കൂടെ പറഞ്ഞ് നമ്മളിവിടെ നിർത്താം. ഒരു നോട്ട് എന്ന് പറയുന്നത് സെമി ബ്രേവ് വന്നു, മിനിമം വന്നു, അത് ക്രോഷറ്റായി, അതിന് ഒരു ഫ്ലാഗ് വരച്ചു, അപ്പോൾ അത് ഫോവറായി, അതിന് ഒരു ഫ്ലാഗ് കൂടെ നമ്മൾ വരയ്ക്കുന്നു. ഇതിനെ സെമി കോവർ നോട്ട് എന്നാണ് വിളിക്കുക. സെമി കോവർ നോട്ട്. ഇതിൻ്റെ കൗണ്ട് 1/4 കൗണ്ടാണ്. 1/4 കൗണ്ടാണെങ്കിൽ 1/4 പ്ലസ് 1/4 പ്ലസ് 1/4 പ്ലസ് 1/4, അത് ഒരു ക്രോച്ചറ്റിൻ്റെ ലെങ്ത് തുല്യമാണ് 1. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ ഇങ്ങനെ 4 നോട്ടുകൾ എഴുതിയ ശേഷം ഈ 2 ഫ്ലാഗുകൾ, അതായത് 2 വര എന്ന് പറയുന്നത്, ഇത് സെമി കവർ നോട്ടാണ്. സെമി കവർ നോട്ട് എന്ന് പറയുമ്പോൾ 1 E and A എന്നാണ് എഴുതുന്നത്. 1 E and A. അതേപോലെ 4 എണ്ണം വരേണ്ടിയിരിക്കുന്നു. അതായത് 1 2 3 4 നോട്ടുകൾ എഴുതുന്നു, അവയെ കണക്ട് ചെയ്തു, 2 ഫ്ലാഗ് കണക്ട് ചെയ്യും. വീണ്ടും 1 2 3 4 നോട്ടുകൾ എഴുതുന്നു, അത് കണക്ട് ചെയ്യുന്നു. വീണ്ടും 1 2 3 4 കണക്ട് ചെയ്യും. ഇത് എണ്ണുന്നത് 1 E and A, 2 E and A, 3 E and A, 4 E and A. അങ്ങനെയാണ് നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ 1 2 3 4 5 ബാറിൽ 5 ടൈപ്പ് നോട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം കൗണ്ട് ഒരേപോലെ തന്നെയാണ്. സെമി ബ്രാവ് ആയപ്പോൾ ഒരു ബാറിൽ 1 നോട്ട്, മിനിമം ആയപ്പോൾ ഒരു ബാറിൽ 2 നോട്ട്, ക്രോച്ചറ്റ് ആയപ്പോൾ ഒരു ബാറിൽ 4 നോട്ട്, കോവർ ആയപ്പോൾ ഒരു നോട്ടിൽ 8 നോട്ട്, അത് സെമി കോവറിലേക്ക് മാറിയപ്പോൾ അവിടെ 16 നോട്ട്. 4 4 4 8 4 12 4 16 നോട്ട്. ഇവിടെ എല്ലാം ഞാൻ ബിയിലാണ് എഴുതിയിരിക്കുന്നത്. ഈ നോട്ട് നേരത്തെ പറഞ്ഞതുപോലെ ലൈനിൽ വരാം, സ്പേസിൽ വരാം. അപ്പോൾ നോട്ടിൻ്റെ ഹെഡ് എവിടെ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ ഈ നോട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ നോട്ടിൻ്റെ വാല്യൂവിനെ പറ്റി ഏകദേശം മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് കൂടുതൽ എക്സർസൈസ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടുതൽ എക്സർസൈസ് ഇതുപോലെ ബുക്കിനകത്ത് നിങ്ങൾക്ക് എഴുതാം. ഇതുപോലെ സെമി ബ്രേവ്സ്, മിനിംസ്, ക്രോച്ചറ്റ്സ് ഇങ്ങനെ എഴുതി നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള നോട്ടുകൾ എഴുതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത്, ഇപ്പോൾ ഇവിടെ സെമി കോവർ വരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ സെമി കോവറിന് ഇടയ്ക്ക് തന്നെ കോവർ നോട്ടുകൾ വന്നിട്ടുണ്ട്. അതുപോലെ ഇത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എഴുതി നോട്ട് പ്രാക്ടീസ് ചെയ്തതാണ്. അത് നിങ്ങൾ കൂടുതൽ എക്സർസൈസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ നോട്ടിൻ്റെ വാല്യൂവിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടായി എന്ന് കഴിയുന്നു. ഓക്കെ, താങ്ക് യു.